ഇത് നമ്മുടെ UK നമ്മുടെ വീട്ടിലുള്ള ഗൂസ്ബെറിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ തന്നെ നെല്ലിക്ക പോലെയുള്ള ഇങ്ങനെ ചെറിയ ഇത്, പക്ഷേ നെല്ലിക്കയുടെ അത്ര ഉറപ്പില്ല, ഒരു വരയൊക്കെ ആയിട്ട് നല്ല ഇതായിട്ടുള്ള. അപ്പം ഞങ്ങളോർത്ത് കുറേ ഇങ്ങനെ ഉണ്ടായി. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളുണ്ടായപ്പം അത് മുഴുവൻ വീണ് പോയായിരുന്നു. അപ്പം ഞങ്ങൾ ഈ പ്രാവശ്യം വിചാരിച്ചെന്ന് ഉപ്പിലിട്ട് നോക്കാമെന്ന്. ഞങ്ങളതെല്ലാം പറിച്ചെടുത്തില്ല. നല്ല ഒരു ഇതാണ്, നല്ല തിന്നാൻ നല്ല ടേസ്റ്റാണ്. ഇച്ചിരി പുളിയുണ്ട്, കുറച്ച് ഒന്ന് മൂത്ത് കഴിയുമ്പോഴത്തേനും ഒരു ചെറിയൊരു മധുരമുണ്ട്. അപ്പോൾ ഇത് നല്ലതുപോലെ വാഷ് ചെയ്ത് ഞങ്ങൾ വെള്ളത്തിൽ കഴുകി, എന്നിട്ട് ഞാൻ ഇച്ചിരി വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്ത് കുറച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്തിട്ട് ആ വെള്ളം ചൂടാറി അപ്പം ഇതിൻ്റെ വെള്ളം നല്ലതുപോലെ കളയണം. അപ്പം ഞാനിതൊന്ന് നല്ലതുപോലെ വാഷ് ചെയ്തിട്ട് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഞാനിങ്ങനെ വിതറിയിട്ടു. അപ്പോൾ ആ വെള്ളം എല്ലാം നല്ലപോലെ അതിലേക്ക് അബ്സോർബായിട്ട് നെല്ലിക്ക നല്ല ഡ്രൈ ആയിരിക്കും. അപ്പോൾ കുറേ നാൾ ഇപ്പം നമുക്കിപ്പോൾ കേടുകൂടായിരിക്കും, പൂപ്പലൊന്നും വരത്തില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങളതേ ഒരു ചില്ലിൻ്റെ കുപ്പിയിലേക്ക് കുറച്ചേ പറിച്ചുള്ളൂ, ഒരു പകുതിയെ പറിച്ചുള്ളൂ, എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാം പറിച്ചെടുത്ത് ഞങ്ങളത് വാഷ് ചെയ്തെല്ലാം ഡ്രൈ ആയിട്ട് നല്ല ഇതായിട്ട് ക്ലീനാക്കി കുപ്പിയിലിട്ടു. 3-4 പച്ചമുളക് കീറിയിട്ടു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിനകത്തേക്ക് ഞാൻ തിളപ്പിച്ചാറിയ വെള്ളം ചൂടോടുകൂടി ഒഴിച്ചാൽ നമുക്ക് ആ വെള്ളത്തിൻ്റെ ഈർപ്പം തട്ടിയിട്ട് പൂത്തു പോകാൻ സാധ്യതയുണ്ട്. അപ്പം തിളപ്പിച്ചാറിയതിന് ശേഷം ആ വെള്ളം അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തു. നികത്തന്നെ വെള്ളം ഒഴിച്ചാൽ മതി. നല്ലപോലെ ഉപ്പിടണം. വിനാഗിരി ഒഴിക്കുന്നവരുണ്ട്, ഞാൻ വിനാഗിരി ഒഴിച്ചില്ല, ഉപ്പാണ് ഇട്ടത്. അപ്പം എന്നിട്ടൊരു 3-4 ദിവസം കഴിയുമ്പോൾ എടുത്ത് നോക്കിയാൽ നല്ല അടിപൊളിയായിരിക്കും.